നമസ്കാരം പ്രിയ മാധ്യമപ്രവർത്തകരെ, മറുനാടൻ മലയാളി, ശ്രീജിത്ത് പണിക്കരാതി ടീമുകളെ, നിങ്ങളാണ് പലപ്പോഴും ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് ഏറ്റവും സുപ്രധാനമായ വിശദീകരണങ്ങൾ കൊണ്ട് വരാറുള്ളത്. രണ്ട് വീഡിയോകൾ യാതൊരു വക വിശദീകരണവും ഇല്ലാതെ എയറിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ കണ്ട പോലെ ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് വരുമ്പോൾ പ്രധാനമന്ത്രി കൈ നീട്ടുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നില്ല കൈ എന്നുള്ളതാണ്. മറ്റുള്ള അവസരത്തിലുള്ള അദ്ദേഹവുമായി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് നമ്മൾ കണ്ടു. അതിലൊരു വിശദീകരണം ആരും തന്നെ നൽകിയില്ല. വീഡിയോ ഒരുപാട് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രീജിത്ത് പണിക്കര് അല്ലെങ്കിൽ മറുനാടൻ മലയാളിക്ക് ഒരു വിശദീകരണം അല്ലെങ്കിൽ ന്യായം അല്ലെങ്കിൽ അത് പരിഹാസം, മറ്റുള്ളവരെ പരിഹസിക്കുക, നമ്മളെപ്പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരോ അല്ലെങ്കിൽ വീഡിയോ പ്രചരിപ്പിച്ചവരോ. ഞാൻ വീഡിയോ പ്രചരിപ്പിച്ചു, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇൻസൾട്ട് ചെയ്തതാണെങ്കിൽ അവിടെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതൊരിക്കലും എന്താ പറയുക, വർണ്ണവരിയുടെ ഭാഗമായിട്ടാണെങ്കിൽ തീരെയും അംഗീകരിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. പക്ഷെ അതിലൊരു വിശദീകരണം ആരും തന്നെ തന്നില്ല. ഇതാ ഇപ്പോൾ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൈവിലങ്ങുമായി അണിയിച്ചു വന്നവരെ, ഈ പറഞ്ഞ പോലെ ഷൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കൈവിലങ്ങ് ഒരു പ്രധാന വിഷയമായിട്ട് വരാനായിട്ട് സാധ്യതയില്ല. നമുക്ക് അറിയാലോ, ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണല്ലോ അമേരിക്കയിലേക്ക് ആൾക്കാർ ചേക്കേറുന്നത്. ഇപ്പോൾ മറുനാടൻ മലയാളി പറയുമായിരുന്നു, മലയാളികൾ പോയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ മലയാളികൾ ഇതുവരെ തിരിച്ചയച്ചിട്ടില്ല. ഗുജറാത്തും മറ്റ് ഭാഗങ്ങളിൽ നിന്നാണ് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്തെങ്കിലും അവിടെ. പക്ഷെ അവിടെ വെച്ചിട്ട് അദാനിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ വസുദൈവ കുടുംബകം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പ്രധാനമന്ത്രി മറുപടി പറയുന്നത്. Whether you discussed at all today the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi, have you asked the president to take action on that case? Thank you. पहली बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. അതിലും ശ്രീജിത്ത് പണിക്കരുടെ ന്യായമായ ഒരു വിശദീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഈ പ്രതീക്ഷ അസ്ഥാനത്താവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. SFIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് പറയാൻ കഴിയുന്ന ശ്രീജിത്ത് പണിക്കർ അറിയാം, അമ്മളമഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അദ്ദേഹം ഒരു വിശദീകരണം കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ദേശാഭിമാനി നമ്മുടെ കവിയൂർ പൊന്നമ്മ മരിക്കുന്ന ആ സമയത്തിൽ മോഹൻലാലിൻ്റെതായിട്ട് ഒരു വ്ളോഗ് എഴുതി. ആ വ്ളോഗ് എഴുതിയത് മോഹൻലാലിനോട് ചോദിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ചോദിക്കാതെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ മോഹൻലാൽ അതിലൊരു വിശദീകരണം പറയുകയൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മോഹൻലാലിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അതൊരു സത്യമായിരുന്നു. അതിലൊരു വ്യാജമായിട്ടുള്ള ഒരു കാര്യം ദേശാഭിമാനി എഴുതിയപ്പോൾ അത് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ എടുത്ത് ചർച്ചയ്ക്കെടുത്തു. വളരെ ചെറിയ കേരളവുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ടൈംസ് സ്ക്വയറിൽ പോയപ്പോഴേ അദ്ദേഹം ഇരുന്ന കസേര, അദ്ദേഹത്തിന് കൂടിരിക്കാനായിട്ടുള്ള 55,000 രൂപ, ഇതൊക്കെ പരിഹാസത്തിന്റെ മേമ്പോട് ചേർത്ത് നമ്മുടെ ബിനു വിജോൺ മേമ്പോട് ചേർത്ത് ബിനു വിജോൺ 10 ദിവസമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ഇതൊക്കെയാണ് ശരി തന്നെ. പക്ഷേ ഇതിലൊരു ന്യായമായൊരു വിശദീകരണം പ്രിയ ശ്രീജിത്ത് പണിക്കർ താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എൻ്റയർ പൊളിറ്റിക്കൽ സയൻസിന്റെ ബിരുദം അത് നമുക്കറിയാലോ. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാലും താങ്കളാണല്ലോ അത് പറഞ്ഞിട്ടുള്ളത്. താങ്കളുടെ കയ്യിൽ നിന്ന് ഇതിനൊരു വിശദീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാധാരണ ജനങ്ങളാണ്, അറിയാൻ വേണ്ടിയിട്ടാണ്.